മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. ടണൽ തകർച്ചയെ തുടർന്ന് രണ്ടായി വേർപെട്ട പഴശ്ശി കനാലും ടണലും പുനർനിർമ്മിക്കാൻ തീരുമാനം. ജലസേചന വകുപ്പ് മന്ത്രി മോൻസ് ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. കഴിഞ്ഞ ദിവസമാണ് പഴശ്ശി പദ്ധതിയുടെ മെയിൻ കനാലിന്റെ ഭാഗമായ അണ്ടർ ടണൽ തകർന്നതിനെ തുടർന്ന് തെളുപ്പ് തേക്കിൻകാട് കനാൽ രണ്ടായി വേർപെട്ടത്. ഇതിനെ തുടർന്ന് 8ഓളം വീടുകൾ വെള്ളത്തിനടിയിൽ ആവുകയും നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ഗതാഗതം പൂർണ്ണമായി നിലക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിന്റെ ഗൗരവം VK സനോജ് MLA അപ്പോൾ തന്നെ ജലസേചന വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അടിയന്തര യോഗം വിളിച്ചു ചേർത്ത് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വകുപ്പ് മന്ത്രിക്കും ജില്ലാ കളക്ടർക്കും കത്തും നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് മട്ടന്നൂർ, കീഴല്ലൂർ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരെയും ജലസേചന വകുപ്പിന്റെയും ജല അതോറിറ്റിയുടെയും ഉദ്യോഗസ്ഥരും ചേർന്നുള്ള യോഗം തിരുവനന്തപുരത്ത് മന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചു ചേർത്തത്. കണ്ണൂർ ജില്ലാ കളക്ടർ P. വിഷ്ണുരാജ് ഉൾപ്പെടെയുള്ള റവന്യൂ അധികാരികളും യോഗത്തിൽ പങ്കെടുത്തു. പഴശ്ശി പദ്ധതിയുടെ ഇപ്പോഴത്തെ സ്ഥിതിയെക്കുറിച്ച് VK സനോജ് MLAയും തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരും മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. തുടർന്ന് അടിയന്തര പ്രാധാന്യത്തോടെ തകർന്ന ഭാഗം പുനർനിർമ്മിക്കാനും അതിനായി 3 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ഉടൻ തയ്യാറാക്കി മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിക്കുവാനും തീരുമാനിച്ചു. തുടർന്ന് പഴശ്ശി പദ്ധതിയുമായി ബന്ധപ്പെട്ട വിപുലമായ യോഗം വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ കൂടി സാന്നിധ്യത്തിൽ ചേരാനും വിശദമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി പദ്ധതി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനും തീരുമാനിച്ചു. മന്ത്രി നേരിട്ട് പദ്ധതി പ്രദേശം അടുത്ത മാസത്തോടെ സന്ദർശിക്കുവാനും തീരുമാനിച്ചു. വെള്ളം കയറി നാശനഷ്ടമുണ്ടായ വീടുകളിലെ കുടുംബാംഗങ്ങൾക്ക് അടിയന്തര ധനസഹായം ലഭ്യമാക്കാൻ കണ്ണൂർ ജില്ലാ കളക്ടറോട് മന്ത്രി നിർദ്ദേശിച്ചു. സംഭവിച്ച നാശനഷ്ടത്തിന്റെ കണക്ക് ഉടൻ തയ്യാറാക്കി നൽകുവാനും നിർദ്ദേശം നൽകി. പ്രത്യേക പാക്കേജ് ഈ നഷ്ടപരിഹാരത്തിന് ഉണ്ടാകണമെന്ന് MLA ആവശ്യപ്പെട്ടു. മട്ടന്നൂരിൽ പഴശ്ശി പദ്ധതിയുടെ പുതിയ ഓഫീസ് തുറക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. തകർന്ന അണ്ടർ ടണൽ പുനർനിർമ്മിക്കാൻ വേണ്ടി 3 കോടിയുടെ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അത് അടുത്ത ക്യാബിനറ്റോടുകൂടി അതിന് അനുമതി ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ആ കനാൽക്കരയിൽ കൂടിയുള്ള റോഡും പുനർനിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ കളക്ടർ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. മറ്റൊന്ന്, ഈ വെള്ളം കയറിയ വീട്ടുകാർക്ക് അടിയന്തര സഹായമായി തുക അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതും പ്രധാനപ്പെട്ട ജില്ലാ കളക്ടർ ഒരാഴ്ചക്കകം റിപ്പോർട്ട് ശേഖരിച്ച് ആ തുടർ നടപടിയിലേക്ക് പോകുമെന്ന് യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്. മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ N. ഷാജിദ്, കിടലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് C. സജീവൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T. രുദീഷ്, ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.